പാകിസ്ഥാനിൽ അധികാരം അസിം മുനീറിൽ കേന്ദ്രീകരിക്കുന്നു എന്ന വാർത്തകൾ നേരത്തെ മുതൽ വരുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിലെ പരമാധികാരിയായി അസിം മുനീർ മാറിയിരിക്കുകയാണ്. സായുധ സേനകളിൽ സേനാ മേധാവിക്ക് പൂർണ്ണ അധികാരം നൽകിയതോടെയാണ് പാകിസ്ഥാനിലെ പരമാധികാരിയായി അസിം മുനീർ മാറുന്നത്. പുതിയ സൈനിക നിയമം പാസാക്കിക്കൊണ്ടാണ് തീരുമാനം നടപ്പിലാക്കിയിരിക്കുന്നത്. അസിം മുനീറിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്നതിൽ പാകിസ്ഥാനിൽ ആഭ്യന്തരമായി തന്നെ എതിർപ്പ് ശക്തമാണ്. അതിനെയൊക്കെ അവഗണിച്ചാണ് ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് പദവിയും ഇപ്പോൾ അസിം മുനീറിലേക്ക് എത്തുന്നത്. പാകിസ്ഥാൻ സൈനിക ഭരണത്തിലേക്ക് നീങ്ങുകയാണോ എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. പുതിയ സൈനിക നിയമം പാസാക്കിക്കൊണ്ടാണ് പാകിസ്ഥാനിൽ അസിം മുനീറിനായി സുപ്രധാന നീക്കങ്ങൾ നടന്നത്. വ്യാഴാഴ്ച പാകിസ്ഥാൻ നാഷണൽ അസംബ്ലി പാസാക്കിയ ഡിഫൻസ് ഫോഴ്സ് ഓഫ് പാകിസ്ഥാൻ ആക്ട് 2026, നാഷണൽ കമാൻഡ് അതോറിറ്റി ആക്ട് 2010 എന്നിവയിലെ ഭേദഗതികളിലൂടെയാണ് പുതിയ സൈനിക ഘടനയ്ക്ക് നിയമപരമായ സാധുത ലഭിച്ചത്. ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് പദവി വഹിക്കുന്ന സൈനിക മേധാവിയായാണ് അസിം മുനീറിനെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ കര, നാവിക, വ്യോമസേനകളെ പൂർണ്ണമായും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഏകീകൃത കമാൻഡിന്റെ തലവനായാണ് അസിം മുനീർ മാറിയിരിക്കുന്നത്. ഇതോടെ രാജ്യത്തെ സായുധ സേനകളുടെ മേൽ അസിം മുനീറിന് പൂർണ്ണ പരമാധികാരമാണ് ലഭിക്കുക. എന്തൊക്കെയാണ് ചുമതലകളെന്ന് നോക്കിയാൽ, സായുധ സേനയിലെ ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് വിരമിപ്പിക്കാനും പിരിച്ചുവിടാന്, രാജിക്കത്ത് സ്വീകരിക്കാനോ നിരസിക്കാനോ സർവീസിൽ നിലനിർത്താനോ ഒക്കെയുള്ള പൂർണ്ണ അധികാരമാണ് അസിം മുനീറിലേക്ക് വരുന്നത്. കൂടാതെ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായപരിധി ഇതിൽ മാറ്റം വരുത്താനും അധികാരമുണ്ട്. കര, നാവിക, വ്യോമസേനകളെ കൂടുതൽ കാര്യക്ഷമമായി സംയോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കാനും സായുധ സേനയുടെ സുപ്രധാന ഓപ്പറേഷനുകൾ നിയന്ത്രിക്കാനുമുള്ള ചുമതല ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സിന് കീഴിലായിരിക്കും. ദേശീയ സുരക്ഷ, പ്രതിരോധം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രധാന സൈനിക ഉപദേശകനായി ഇനി മുതൽ അസിം മുനീർ പ്രവർത്തിക്കും. പുതുതായി രൂപീകരിക്കുന്ന പ്രതിരോധ സേനാ ആസ്ഥാനം മുനീറിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും ആയിരിക്കും. കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ പാസാക്കിയ 27ാം ഭരണഘടനാ ഭേദഗതിയുടെ തുടർച്ചയായാണ് ഈ പുതിയ നിയമനിർമ്മാണം കൂടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ചെയർമാൻ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി എന്ന പദവിക്ക് പകരമാണ് സേനാ മേധാവിക്ക് തന്നെ പൂർണ്ണ ചുമതലയുള്ള ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന പുതിയ തസ്തിക നിലവിൽ വന്നത്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സാന്നിധ്യത്തിൽ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ആണവായുധങ്ങൾ ഉൾപ്പെടുന്ന തന്ത്രപ്രധാന വിഭാഗത്തിന്റെ ഏകോപനത്തിനായി കമാൻഡർ ഓഫ് ദി നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡ് എന്ന പുതിയ 4-സ്റ്റാർ തസ്തികയും രൂപീകരിച്ചിട്ടുണ്ട്. ജനറൽ സയ്യിദ് ആമിർ റാസിയെ കഴിഞ്ഞ മാസം ഈ പദവിയിലേക്ക് നിയമിച്ചിരുന്നു പാകിസ്ഥാൻ. പുതിയ സൈനിക ഘടന നടപ്പിലാക്കുന്നതിലുണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കാൻ പാകിസ്ഥാൻ പ്രസിഡന്റിന് പ്രത്യേക അധികാരം നൽകുന്ന വ്യവസ്ഥയും പുതിയ നിയമത്തിലുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിന്റെയും തന്ത്രപ്രധാനമായ കമാൻഡ് സംവിധാനത്തിന്റെയും മേൽ അസിം മുനീറിന്റെ നിയന്ത്രണം ശക്തിപ്പെടുത്തുന്ന നിയമനിർമ്മാണങ്ങൾക്ക് പാകിസ്ഥാൻ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഈ പുതിയ നീക്കം ഇസ്ലാമാബാദിലെ അധികാര കേന്ദ്രമായി മുനീറിനെ മാറ്റുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. CDF എന്ന നിലയിൽ സായുധ സേനയുടെ പ്രവർത്തനപരമായ കമാൻഡും നിയന്ത്രണവും, വിവിധ മേഖലകളിലെ സൈനിക ഏകീകരണം, ഏകോപനപരമായ പ്രവർത്തനം, 3 സേനകളെയും ഉൾപ്പെടുത്തി ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ ഏകോപനം എന്നിവ ഇനി മുനീറിന്റെ ചുമതലയിലാകും. ഇതോടെ കരസേന, നാവികസേന, വ്യോമസേന മേധാവികൾ ഇല്ലാതാകില്ല എങ്കിലും അവർ മുനീറിന്റെ കീഴിൽ പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സംവിധാനം നിലവിൽ വരികയാണ്. നേരത്തെ കരസേനാ മേധാവിയുടെ പരിധിയിൽ പ്രധാനമായും ഒതുങ്ങിയിരുന്ന അധികാരം ഇപ്പോൾ 3 സേനകളിലേക്കും വ്യാപിക്കുന്ന കൂടുതൽ കേന്ദ്രീകൃത സംവിധാനമായി മാറുന്നു. മറ്റൊരു പ്രധാന മാറ്റവുമുണ്ട്. ദേശീയ സുരക്ഷ, പ്രതിരോധം, സായുധ സേനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക സൈനിക ഉപദേഷ്ടാവ് എന്ന നിലയിലും ഇനി അസിം മുനീർ പ്രവർത്തിക്കും. ഇത് ദേശീയ സുരക്ഷാ തീരുമാനങ്ങളിലെ സൈനിക നേതൃത്വത്തിന്റെ പങ്ക് കൂടുതൽ ശക്തമാക്കുന്നതുമാണ്. മുനീർ എങ്ങനെയാണ് പാകിസ്ഥാനിൽ തന്റെ അധികാരം ശക്തിപ്പെടുത്തിയതെന്ന് നോക്കിയാൽ, കഴിഞ്ഞ വർഷം മുതൽ പ്രതിരോധ മേഖലയ്ക്കപ്പുറത്തേക്ക് മുനീർ തന്റെ സ്വാധീനം വ്യാപിപ്പിച്ചു വരികയാണ്. 2025 മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയാണ് ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ സർക്കാർ അന്നത്തെ സൈനിക മേധാവിയായ അസിം മുനീറിനെ രാജ്യത്തെ പരമോന്നത സൈനിക പദവിയായ ഫീൽഡ് മാർഷലായി ഉയർത്തിയത്. പാകിസ്ഥാൻ സൈന്യത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവിയാണ് ഫീൽഡ് മാർഷൽ. മുൻ പാകിസ്ഥാൻ നേതാവ് അയൂബ് ഖാൻ മാത്രമാണ് ഇതിനു മുൻപ് ഈ പദവി വഹിച്ച മറ്റൊരു പാകിസ്ഥാൻ സൈനികൻ. തുടർന്ന് നവംബറിൽ പാകിസ്ഥാൻ പാർലമെന്റ് 27ാം ഭരണഘടനാ ഭേദഗതി പാസാക്കി. ഇതിലൂടെ അസിം മുനീറിന് പുതിയ അധികാരങ്ങളും അറസ്റ്റ്, പ്രോസിക്യൂഷൻ എന്നിവയിൽ ആജീവനാന്ത നിയമപരിരക്ഷയും ലഭിച്ചു. അന്ന് തന്നെ അധികാര സന്തുലനം സൈന്യത്തിന് അനുകൂലമായി മാറുന്നതിന്റെ ശക്തമായ സൂചനയാണ് ഇത് എന്ന് പലരും വിലയിരുത്തിയിരുന്നു.
മുനീർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അദ്ദേഹം വൈറ്റ് ഹൌസിൽ ട്രംപിനെ 2 തവണ കണ്ടിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ട്രംപ് മുനീറിനെ തന്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇറാൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും മുനീർ പ്രധാന ഇടനിലക്കാരനായി ഉയർന്നു. ഏപ്രിലിൽ അദ്ദേഹം ടെഹ്റാനിലെത്തി ഇറാൻ നേതാക്കളുമായി ചർച്ച നടത്തി. ഇസ്ലാമാബാദ് സമാധാന ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ലക്ഷ്യം. മുനീർ സൈനിക മേഖലയ്ക്ക് അപ്പുറത്തേക്കും സ്വാധീനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് ആദ്യവാരത്തിൽ പാകിസ്ഥാനിലെ മൺസൂൺ തയ്യാറെടുപ്പുകൾ പോലും ഫീൽഡ് മാർഷൽ മേൽനോട്ടം വഹിക്കുന്ന തരത്തിലാണ് നടന്നത്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ നാഷണൽ എമർജൻസീസ് ഓപ്പറേഷൻ സെന്റർ അസീം മുനീർ സന്ദർശിച്ചിരുന്നു. ഇതോടെ രാജ്യത്തിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പോലും സൈനിക മേധാവി എന്തിനാണ് ഇടപെടുന്നത് എന്ന ചോദ്യമുയർന്നു. ജൂലൈയിൽ ജനസംഖ്യാ നിയന്ത്രണ നടപടികൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനൊപ്പം നടന്ന യോഗത്തിലും അസീം മുനീർ പങ്കെടുത്തു. മുനീറിന്റെ സാന്നിധ്യത്തെ ചിലർ പരിഹസിക്കുകയും ചെയ്തു. മുനീറിന്റെ മുൻകാല പ്രവർത്തനങ്ങളെ പരാമർശിച്ച് ആളുകളെ കൊല്ലുന്നതിൽ അസീം മുനീറിനുള്ള പരിചയമാണ്, ഇത് എളുപ്പമുള്ള ജോലിയായിരിക്കും എന്ന തരത്തിലൊക്കെയുള്ള പരിഹാസങ്ങളാണ് പാകിസ്ഥാനിലെ ഉയർന്ന കേന്ദ്രങ്ങളിലുള്ളവർ തന്നെ ഉയർത്തിയത്. എന്തായാലും അധികാരം കൂടുതൽ വ്യാപിപ്പിക്കുന്ന അസീം മുനീറിനെയാണ് നമ്മൾ കാണുന്നത്. ആഭ്യന്തരമായി ഉദ്യോഗസ്ഥ തലങ്ങളിലൊക്കെ തന്നെയുള്ള വിമർശനങ്ങൾ ഒക്കെ മറികടന്നുകൊണ്ടാണ് ഈ നീക്കം പാകിസ്ഥാനിൽ നടക്കുന്നത്. പാകിസ്ഥാൻ സൈനിക ഭരണത്തിലേക്ക് നീങ്ങുകയാണോ എന്ന സംശയമാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ ഉണ്ടാക്കുന്നത്. പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് മുനീറിന്റെ അധികാര കേന്ദ്രീകരണം ആശങ്കയുണ്ടാക്കുന്നതാണ്. രാജ്യത്തിന്റെ ഭരണത്തിന്റെ വിവിധ മേഖലകളിലും തന്റെ നിയന്ത്രണം ശക്തിപ്പെടുത്താനാണ് മുനീർ ശ്രമിക്കുന്നത് എന്നാണ് ഇന്റലിജൻസ് മേഖലയിലെ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇതിന്റെ അന്തിമ ലക്ഷ്യം അടുത്ത 10 വർഷമോ അതിലധികമോ കാലത്തേക്ക് ഇസ്ലാമാബാദിലെ തർക്കമില്ലാത്ത അധികാര കേന്ദ്രമായി തുടരുക എന്നതാണ് വിലയിരുത്തൽ. അതുകൊണ്ട് പുതിയ നിയമങ്ങൾ ഉടൻ പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു സൈനിക അട്ടിമറിയായി കാണേണ്ടതില്ല എങ്കിലും പാകിസ്ഥാനിലെ ഭരണകൂടത്തിനുമേൽ സൈനിക നേതൃത്വത്തിന്റെ സ്വാധീനം വർദ്ധിക്കുന്ന നടപടിയായാണ് ഇതിനെ കണക്കുകൂട്ടുന്നത്. നിർണായക മേഖലകളിൽ മുനീറിന്റെ അധികാരം കേന്ദ്രീകരിക്കുന്നത് പാകിസ്ഥാനിലെ അധികാര സന്തുലനം തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെക്കാൾ സൈന്യത്തിന് കൂടുതൽ അനുകൂലമായി മാറുന്നതിന്റെ സൂചന കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.